എല്ലാവർക്കും നമ്മുടെ ഡബിൾ വണ്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫാണ്. എനിക്കാണെങ്കിൽ തീരെ വയ്യൊക്കെ ഞാൻ കടിച്ച് പിടിച്ചൊക്കെയാണ് രാവിലെ എഴുന്നേറ്റിരിക്കുന്നത്. ആർജൻ്റെ അടുത്ത് തല്ലുപിടിക്കൊണ്ടിരിക്കുന്നു വല്ലതൊക്കെ ചെയ്തു തരാൻ വേണ്ടി. ഞാനാണെങ്കിൽ ഇന്നലാണ് വഴിയുടെ വീണിട്ട് ചന്തി അടിച്ച് ചന്തിക്കും വയ്യ കഴിക്കും വയ്യ. ആർജ രാത്രി ഇറങ്ങി വരുന്ന വഴിക്ക് ഇടുക്കി കുണ്ടുന്ന ഭാഗങ്ങളൊക്കെ ചതഞ്ഞ് ഒരഞ്ഞ് ഒക്കെ പോയിട്ടുണ്ട്. എന്റെ കൈയൊക്കെ മുറിഞ്ഞു, കൈയുടെ മുട്ടൊക്കെ ഈ ഭാഗത്തൊക്കെ മുറിഞ്ഞു, കൈയുടെ മുട്ടൊക്കെ മുറിഞ്ഞു. അപ്പോൾ എന്തായാലും എന്താ പറയുക, മോളിൽ വീട്ടിൽ നിന്ന് ഇന്നലെ ഇച്ചിരി മീൻ വാങ്ങിച്ചത് വെച്ചിട്ട് പോയി എടുത്തിട്ട് വരാം. രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ എടുക്കണം, വേറെ ആരും വീട്ടിൽ അപ്പോൾ പോയിട്ട് വരാം. എന്തായാലും മഴയൊന്നുമില്ല. മഴ പെയ്യാതിരിക്കുകയാണെങ്കിൽ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം. ഇവിടെയൊക്കെ ഫുള്ളും കരിയിലൊക്കെ തൂത്താ ഇളകൂല, അതാണ് വേറെ സംഭവം. എന്തായാലും ഇതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. എന്തായാലും മുകളിലോട്ടൊന്ന് പോയിട്ട് വരട്ടെ. ഫുള്ളും ചിലന്തി വല കെട്ടും. മഴ ആയതുകൊണ്ട് വളരെ പെട്ടെന്നാണ് ചിലന്തി വല കെട്ടുന്നത്. എന്തായാലും പോയിട്ട് വരാം. ഇന്നലെ ആർജ് വീണത് കണ്ടത്, അങ്ങനെ പോയി വീണു. പറഞ്ഞിട്ട് കാര്യമില്ല. വഴി ഫുള്ളും ചെത്തിയിട്ടാലും പെട്ടെന്ന് ഈ സാധനം പെട്ടെന്ന് പിടിക്കും. ഈ കാട് എത്ര വെട്ടി വൃത്തിയാക്കിയാലും പോകത്തുമില്ല. അറിഞ്ഞിട്ട് കാര്യമില്ല. അമ്മേ അപ്പോൾ കിച്ചു കൂടെ ഓടി വരാൻ നിൽക്കും. കിച്ചുവിന് ഞാൻ നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു വെച്ചു. വെച്ചാൽ മിണ്ടാ പ്രാണിയല്ലേ കേസ്, അങ്ങനെ വാങ്ങിച്ചാണ്. എന്തായാലും പെട്ടെന്ന് പോവാം. നമുക്കും അവരൊരു അയൽവക്കം അവിടെ ഇത്രയും ദൂരം ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും പെട്ടെന്ന് പോയിട്ട് വരാം. പോവാ. ഇത്ര നേരത്തെ ഒരുങ്ങിയില്ലല്ലേ? പല്ലേര് ഇവിടെ തന്നെ കിടക്കണം. കറമ്പൻ വിളിച്ച് നടക്കുകയാണ്. വരുന്ന ഇറങ്ങിയിട്ടില്ല. എപ്പോൾ ഇറങ്ങാറുണ്ട് ആ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് ഇച്ചു ഓടുകയാണ് കേസ്. ഞാൻ മീനൊക്കെ എടുത്ത് എൻ്റെ കുട്ടി എവിടെ ദോ നിൽക്കണം കേസ്. അതാണ് കിച്ചുവിൻ്റെ കുട്ടി. കിച്ചുവിൻ്റെ ഭാര്യ മുന്നേ പോയി. കണ്ട പട്ടികൾ മൂത്രം ഒഴിക്കുന്നതൊക്കെ പോയി മുണത്തു പോടാ. ഫോണോട് സമയം മണി 8:15 കഴിഞ്ഞു. സമയത്തായി 8:20 അമ്മച്ചോ. 8:45 എന്തോ എന്നാ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. 8:20 ഇനി പെട്ടെന്ന് കൊണ്ടാക്കാം. ഫൈനലി ബസ് വന്ന് ഇവരിവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതോ ബസ് പോണ്. ഞാൻ ഇവിടെ വരെ കൊണ്ടാക്കിയിട്ടുണ്ട്. നേരെ തിരിച്ച് പോവാം. ഓടട്ടെ. എന്തായാലും ബസ് നിർത്തിയിട്ടിരിക്കും. പിള്ളേരുണ്ടല്ലോ, അതൊന്നും കുഴപ്പമില്ല. ഇവരെ ഓടിച്ചെല്ലട്ടെ, നോക്കട്ടെ. ഓടി എത്തുന്നത് പാലത്തിൻ്റെ അതിലെ കൂടി നോക്കിയാൽ കാണാൻ പറ്റും. ദോ പോണു ഓടി പോകുന്നുണ്ട്. കുഴപ്പമില്ല. ഞാൻ തിരിച്ചു പോട്ടെ കേസ്. അരി വാങ്ങിച്ചിട്ട് പോകണോ എന്നാണ് ആലോചിക്കുന്നത്. കുഴപ്പമില്ല, ഇപ്പം എന്തായാലും പോവാം. ഞാൻ പതുക്കെ നടന്ന് പോട്ടെ. വീട് പണിയൊക്കെ തകൃതിയായി നടക്കുകയാണ്. നടന്ന് പതുക്കെ പോവാം. ഞാൻ നടന്ന് വീടെത്തെന്തായാലും ഇച്ചിരി സമയം പിടിക്കും, എന്നാലും കുഴപ്പമില്ല. പതുക്കെ പോകാം. നമുക്കിതുപോലെ വീട് പണിയൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ, നമ്മളെ വീട് വരുന്ന വീഡിയോ വെക്കും. എന്തായാലും പോവാം. പെട്ടെന്ന് നടന്ന് വീട്ടിൽ എത്തട്ടെ കേസ്. എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഞാൻ പൊത്തക്കാന്നും പറഞ്ഞ് നടക്കട്ടെ. അവിടെ തുമ്മി സൗണ്ട് ഇവിടം വരെ കേട്ട്. എന്തായാലും പോയിട്ട് വരാം. നടന്ന് വീടെത്താറായി. മരണ വഴിക്ക് ആത്തിച്ചക്ക ഒരെണ്ണം കിട്ടി. താഴെ മാവിൻ്റെ വിളയുന്ന കേട്ടോ. അപ്പോൾ അത് പഴുത്ത് ഞാൻ പറിച്ചുകൊണ്ട് വന്നു. പറിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പറിച്ചത്. കട്ടതല്ല, പറിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ
ചേട്ടൻ ഇങ്ങോട്ട് കയറി വന്നു. ഇവിടെ ഇരിപ്പുണ്ടാ പോയാന്നുള്ളത് നോക്കട്ടെ. യപ്പാ വയ്യ. ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരണം, മഴ പെയ്യുന്നുണ്ട്. അസേ അസേ യാരിത് യാരിത് അസേ താഴെ മാൻ്റെ ഇടന്നു. കാലുമേ കൈയും മേലെ ഇട്ട് അങ്ങനെ കിടക്കും. എന്ത് നോക്കിയൊന്നും ശരിയാവൂല. പാവം കിച്ചു കഴിക്കട്ടെ. ഞാൻ കിച്ചു എന്നാ കഴിച്ചോ, കഴിച്ചു കഴിച്ചോ കഴിച്ചോ കഴിച്ചോടാ. ഓ നിനക്ക് ശ്രുതി തന്നെ വരണോ? അവൻ കഴിച്ചോളൂ. ശ്രുതി വരണ കാത്തുനിന്ന കിച്ചു മണി ഇവിടെ പട്ടിണി ഇരിക്കേണ്ടി വരും. അവിടെ വന്നാൽ തന്നെ നിനക്ക് എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഇല്ല. കഴിച്ചോ. എടാ വെള്ളം വെച്ചിട്ടുള്ളൂ, കുഴപ്പമില്ല, ചൂടുവെള്ളമാണ്. ഓണോക്കി അല്ലാതെ പയ്യൻ. എടാ കഴിക്കടാ, കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് കഴിക്കാതെ പോയുണ്ടല്ലോ കിച്ചു മോനെ. ഇനി ഇങ്ങോട്ടൊന്നും നിനക്ക് ഫുഡ് തരൂല. കഴിച്ചോ. ആ ടേസ്റ്റ് പിടിച്ച് ഇനി കഴിച്ചോളൂ. എപ്പോഴാണ് അങ്ങനെയാണ്, ടേസ്റ്റ് പിടിക്കേണ്ടി കാത്തിരിക്കും. ടേസ്റ്റ് പിടിച്ചവനാ കഴിച്ചോളൂ, കുഴപ്പമില്ല. പിടിച്ച് മണത്ത് നോക്കിയിട്ട് മണം എത്ര ഇതായില്ലെന്ന് തോന്നുന്നു. നമ്മുടെ അടുത്ത് കാശൊന്നും അധികമില്ല കേസ്. ഇല്ലെങ്കിൽ നല്ല വില കൂടിയ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കായിരുന്നു. എന്നാണ്ടിയുടെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. എന്നാണ്ടിയുടെ ഫുഡിന് നല്ല റേറ്റാണ്. ഇത് ലൂസിൽ കിട്ടുന്ന ഫുഡാണ്, റേറ്റ് കുറവാണ്, പക്ഷെ നല്ല ഫുഡൊക്കെ തന്നെയാണ്. കിച്ചു വെയിറ്റ് ചെയ്യണം കേസ്. ഞാൻ കിച്ചുവിന് ഫുഡ് കൊടുക്കട്ടെ. ശ്രുതി വന്നിട്ടില്ല. കിച്ചുവിന് പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഫസ്റ്റ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും പറഞ്ഞ് കിച്ചുവിന് ഡ്രൈ ഫ്രൂട്ട് കുതിർത്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ കൊടുക്കുന്നത്, പട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത്. നമ്മൾക്ക് പണ്ട് നമ്മളുള്ള സമയത്ത് നമ്മളും കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്, കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കിച്ചുവിനും കുതിർത്ത് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ ശ്രുതി ചേച്ചിയുടെ പിള്ളേരുടെ കടയിൽ പോയ സമയത്ത് രാത്രി ഓട്ടോയിൽ പോയായിരുന്നു അവരോടെ. അപ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്ന ഫുഡാണ്. നമ്മുടെ അടുത്തുള്ള ഫുഡ് തീർന്നു വയ്ക്കാൻ ഇന്നലെ വാങ്ങിച്ച ഫുഡാണ്. അപ്പോൾ കിച്ചുവിന് വെച്ച് കൊടുക്കണം. ഞാൻ കുതിർക്കാൻ വേണ്ടി വെക്കട്ടെ. അങ്ങനെ കിച്ചുവിൻ്റെ ഫുഡ് ചൂടുവെള്ളത്തിൽ വെച്ച് വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് കുതിർന്നിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നീ ഇവിടെ വെയിറ്റ് ചെയ്യട്ടാ. ഇത് ശ്രുതിയെടുത്ത മീനാണ്. മീനൊന്നും എടുത്തേക്കരുത് കേട്ടാ. ഞാൻ വാങ്ങിയിട്ടില്ല. മീൻ ഇവിടെ വെക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ മുകളിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ശ്രുതി എടുത്തുള്ളതാണ്. ഞാൻ പോയി വാങ്ങി കഴിട്ടില്ല കേട്ടാ. കിച്ചു ഇതാ അവിടെ ഇരുന്ന് പോരാ. കിച്ചു മനസ്സിലായി. നാളെ വെയിറ്റ് ചെയ്യും, കുഴപ്പമില്ല. ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഓടി വന്നിട്ട് അവനുള്ള ഫുഡ് എടുത്ത് കൊടുക്കാം എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് എനിക്ക് കൈക്ക് വയ്യ, ഇന്നലെ വീണിട്ട്. പിന്നെ കൂടാതെ ഈ ബക്കറ്റ് വെള്ളം നിറയ്ക്കാനുണ്ട്. അങ്ങോട്ട് അതേ കൂടെ അവിടെ താഴത്തേക്ക് പോയതേ ഉള്ളൂ. സൂര്യ അങ്ങോട്ട് താഴത്ത് പോയപ്പോഴേക്കും കിച്ചു ഇവിടെ നിന്ന് കിച്ചു എൻ്റെ അവിടെ വീട്ടിലേക്ക് വരികയാണ്. എന്താ കിച്ചു എനിക്കെന്നെ വീട്ടിൽ പോവാണ്. ഞാൻ പല്ലേച്ചുകൊണ്ടിരിക്കുക. ഞാൻ പോയിട്ട് പല്ലേച്ച് പ്രശ്നമായിട്ട് കിച്ചുവിന് അവന് ഫുഡ് വെച്ച് കൊടുക്കാം. ശ്രുതി ഇന്നലെ പോയിട്ട് കിച്ചുവിന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കടയിൽ നിന്ന്. അപ്പോൾ അത് വെച്ച് കൊടുക്കാമല്ലോ. അത് മുന്നോട്ട് അങ്ങോട്ട് ഓടിപ്പോയി വെയിറ്റ് ചെയ്യും, കുഴപ്പമില്ല. ഇതേ കൈസ് പുറത്ത് അടിച്ച് കൊടുത്തേക്കൊണ്ടിരിക്കുക. കിച്ചുവിന് ഫുഡ് വെച്ചിട്ട് അവൻ ബാക്കി കഴിച്ചിട്ടാണ് കഴിച്ചോളൂ. ശ്രുതി മഴ അവനെ മുന്നോട്ട് അടിച്ചത് വൃത്തിയാക്കിയിട്ട് അപ്പം മഴ ഒന്നിന് വെച്ചിട്ട് അതാണ് പ്രശ്നം. ശ്രുതിന് വൃത്തിയായിട്ട് ഞാൻ പോയിട്ട് ദോശ ഉണ്ടാക്കണം, മാവ് കുഴക്കണം വിചാരിട്ടെ. ഓ പിന്നെ ആയിക്കോട്ടെ. അപ്പോൾ ദോശയ്ക്ക് മാവ് കലക്കട്ടെ കേസ്. മാവ് പാക്കറ്റ് പുറത്താണോ അകത്താണോ? പുറത്താണോ? ആ പുറത്താണ്. എവിടെയാണ് തപ്പണം? ഇതായിരിക്കും നമ്മൾ മാവ് പാക്കറ്റ്. കലോ മനസ്സിലാക്കണ്ടോ? അത് മാത്രമല്ലേ കുറച്ച് മാവുള്ളൂ കേസ്. അടുത്ത് കഴിക്കാൻ ഇല്ലാന്ന് ശ്രദ്ധിക്കണം. അത് എന്തായാലും ഇന്നലെ മാവ് അടിക്കുക അതേ പാത്രത്തിന് കലക്കാം. അയ്യോ ഇന്നത്തെ മാവ് ബാക്കിയുണ്ട്, എന്ത് ചെയ്യണം? മാവ് ഇത് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. മതി. അടിച്ച സമയത്ത് മാങ്ങ ഓർമ്മ വീണു കേസ്.
അപ്പോൾ രണ്ട് മാങ്ങ എടുത്തേ, 2 മാങ്ങ ശ്രുതി പറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സൈഡ് നല്ലതായിരിക്കും, ഒരു സൈഡ് കേടായിരിക്കും. പഴുത്തിട്ടുണ്ട് തോന്നുന്നു, നല്ല മണം അടിക്കുന്നുണ്ട് ഇപ്പോഴേ. ചീര ആ ഓക്കെ ചീരകൾ എടുത്തിട്ടാ. നമുക്ക് സാമ്പാർ ചീര ആവശ്യമുണ്ട്. നമുക്ക് ഇടയ്ക്കൊക്കെ എന്തിലൊക്കെ കറിയില്ലാത്ത സമയത്ത് കറിയില്ലാതെ മാവ് മുറിച്ച് കറി വെക്കുകയും ചെയ്യാം, ഉപകാരപ്പെടും. പരിപ്പിട്ട് അതിട്ട് കറി ചടിയോട് കറിയാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. നമ്മൾ നമുക്കത് ആവശ്യം വരും, കളയാൻ പാടില്ല. അതായത് സുതികൾ അടിച്ചു വൃത്തിയാക്കട്ടെ, ഞാൻ പോയിട്ട് മാവ് പോലെ കളയാൻ ചെയ്യട്ടെ. ആ പാത്രം തികയോ മാവ്? ആ പാത്രം തികയോ മാവ്? അതിനകത്ത് കുറച്ചുണ്ട്, പകുതി ഉണ്ട്. ആ അതല്ല ഞാൻ ആദ്യം പറഞ്ഞ് കടത്തിലെടുക്കാന്ന്. ആഹാ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. രാത്രി ഉണ്ടാക്കിയ സാമ്പാർ ഇതേ ഞാൻ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി ദോശ ഉണ്ടാക്കാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. വലിയ ചൂടായിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കണം. സാമ്പാർ ചൂടാക്കിയിട്ട് ദോശ ഉണ്ടാക്കി കഴിക്കാമല്ലോ, അതാണ് പ്ലാൻ. എന്നാലും ശ്രുതി ആ സമയത്ത് അടിച്ച് ഫ്രഷായി പെട്ടെന്ന് വരും. ശ്രുതി പല്ലൊക്കെ വെച്ച് ഫ്രഷായി തോന്നുന്നു. കിച്ചു അവിടെ കിടപ്പായി. കിച്ചു ഇവിടെ തന്നെ ആയിരിക്കും കുറച്ച് നേരം എന്നും തോന്നുന്നു. ശ്രുതി അടിച്ചു പോലെ ഏകദേശം അവിടെ വരെ എത്തിക്കഴിഞ്ഞു. ശ്രുതി അടിച്ചു പോലെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. നമുക്ക് ഞാൻ ദോശ ഉണ്ടാക്കി വെക്കട്ടെ. സാമ്പാർ ചൂടായി തുടങ്ങി, ദോശ ഇപ്പുറത്താവുന്നുണ്ട്. തീയൊക്കെ കൂട്ടിച്ചിട്ട് നല്ല ചൂടാവുന്നുള്ളൂ. പതുക്കെ നന്നിട്ട് ദോശ ആവട്ടെ. ഞാൻ പ്ലേറ്റൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ദോശ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കി ഇടാമല്ലോ. കിച്ചു പോയില്ലെങ്കിൽ കിച്ചുവിനും ദോശ കൊടുക്കാം. അവൻ്റെ ഫുഡ് കഴിക്കേണ്ടതാണ്. എന്ത് പറ്റിയോ ഫുള്ളും കഴിച്ചില്ല. ഇനി കുതിർത്തതിന് ഇഷ്ടപ്പെട്ടില്ലാവോ? അവൻ കുതിർക്കാതെ അങ്ങനെ കഴിക്കുന്നതാണ്. ഇനി മുതൽ കുതിർക്കാതെ കൊടുക്കാം. ഇന്ന് കുതിർത്ത് നോക്കിയപ്പോഴേക്കും അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. പാവം വലിയ കുഴപ്പമില്ലാത്ത ദോശ ഇട്ടിട്ടുണ്ട്. സംഭവം ഞാനും വിചാരിച്ച് മിക്കവാറും ദോശ വരില്ല, വെള്ളം കൂടിപ്പോയി മാവിലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കുഴപ്പമില്ല, വന്ന് ഭാഗ്യം. സാമ്പാർ വേച്ച് തിളഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് കൊടുക്കട്ടെ. സ്പൂൺ വെച്ച് ഇളക്കണം വെച്ചാൽ നമുക്ക് സാമ്പാർ എടുക്കാൻ തവികളൊന്നുമില്ല ഗൈസ്. ഉള്ളത് ഇത് മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ്. കാരണം സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക, ഇളക്കി തിളപ്പിക്കണമല്ല, അതുകൊണ്ട് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താണ്. ഇന്നലെ സാമ്പാറാവട്ടെ. ദോശയും കൂടി സെറ്റായി കഴിഞ്ഞാൽ കഴിക്കാം. ശ്രുതി അടിച്ചൊരു കഴിഞ്ഞു തോന്നുന്നു. കഴിഞ്ഞ ശ്രുതി അടിച്ചോലെ കഴിഞ്ഞു. കിച്ചണും കൂടി അടിച്ച് വൃത്തിയാക്കാണ്. ഇത് ശരിക്കും കിച്ചണില്ല, ഇതാണ് ഹോള്. ശ്രുതിയുടെ അമ്മ കിടന്ന സ്ഥലം. പിന്നെ ശ്രുതി അവിടെ തൊട്ടിലാടിയിട്ടുണ്ടായിരുന്നു. ഈ കട്ടിൽ നമുക്ക് നേരത്തെ ഇവിടെ ആയിരുന്നു, നമുക്കറിയാമല്ലോ. ഈ റൂമിലാണ് നമ്മൾ ആ കട്ടിലിട്ടിരുന്നത്. ഇത് പുതിയ കട്ടിൽ നമുക്ക് ഷണ്ണി ചേച്ചി വാങ്ങിച്ചതിന് ശേഷം ഈ കട്ടിൽ ഇങ്ങോട്ട് ആക്കിയതാണ്. അതാണ് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റി. ആ സ്ഥലമായി, അല്ലെങ്കിൽ അത് ഉണ്ടാവില്ലായിരുന്നു, പണി വാളിപ്പോയതിനെ. തറയിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നെല്ലാം. എന്തായാലും ദോശ ആയാ തിരിച്ചിട്ടേ വരുന്നുണ്ടോ? വെള്ളം കൂടി പോയിൻ്റെ ശരിയായിട്ട് ശരി പണിയാൻ വരാനുണ്ട് ദോശ. ആ വന്ന് കുഴപ്പമില്ല. ആ വല്ലാത്ത ദോശ വരുത്തിക്കുന്നു ശ്രുതിന്നൊക്കെ. തേങ്ങ സുമ്മാ വല്ല തേങ്ങ. ആ പേപ്പറാ പൂച്ചയാണ് കേസ് ഇവിടെ വന്ന് എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ കട്ടി വൃത്തിക്ക് എടുത്ത് വെക്കുന്നതാണ്. ഐറ്റങ്ങൾ വന്ന് എല്ലാം വൃത്തിയാക്കി വെക്കും. അതാ കത്തിക്കിടക്ക് പേപ്പർ കേട്ടാ. പേപ്പർ കത്തിക്കിടക്ക്. പ്ലാസ്റ്റിക് മാത്രം സഞ്ചിയിലാക്കിയാൽ മതി. അതിൻ്റെ പ്ലാസ്റ്റിക്കാണ് ഓൾറെഡി, അത് മാറ്റിച്ചേക്ക്. ഓ അങ്ങനെ, ഓക്കെ. എന്തായാലും പ്ലാസ്റ്റിക് മാറ്റിയേക്ക്. ഹരിതകർമ്മ മസാല വെറുതെ കാശ് മാത്രം കൊണ്ടുപോയ പോലല്ലേ, പ്ലാസ്റ്റിക് കൊണ്ടുപോയി വരണമല്ല. ഈ മാസം വന്നിട്ടില്ലല്ലോ, 10-ാം തീയതി വരുള്ളൂ. അല്ല കഴിഞ്ഞ മാസം പൈസ കൊടുത്തല്ല, 10-ാം തീയതി 10-ാം തീയതി വരുന്ന പറഞ്ഞാൽ മതി. എന്തായാലും നോക്കാം. തിരിച്ച് ഇവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കും. മാറി കൊടുക്കുക വെച്ചു അടിച്ചോട്ടെ. ആ വാശിയാണ്, അത് ചൂട് കിട്ടും. വെള്ളം ഒഴിച്ച് അതാണ് വെള്ളം കുടിക്കില്ല. സംഭവം ഇത് ഓരോരുത്തരും പറഞ്ഞിട്ട് നമ്മളിത് കുതിർത്ത് കൊടുക്കാൻ നോക്കിയത്, പക്ഷെ അവന് കുതിർത്ത് ഇഷ്ടപ്പെടുന്നില്ല. വെള്ളം കുടിക്കാത്ത മടിയനാണ്. വെള്ളം കുടിക്കാത്ത ഒരു ജീവിയാണ് കിച്ചു. എണീക്കില്ല. നീ പോളി അവിടുന്ന് ഞാൻ എണീക്കൂല ആശിക്കുന്നത്. ആ ചൂടോട്ട് തോണ്ട് കൊടുക്കാം അല്ലേ. പിന്നെ അതൊക്കെ തട്ടിണിപ്പിക്ക്. കിച്ചു എണീക്ക്. കിച്ചു അവൻ്റെ ഫുഡ് അവിടെ നിന്ന് മാറ്റിക്കും ഫസ്റ്റ്. അവൻ എണീക്കപ്പോ അവൻ്റെ ഫുഡ് എടുത്താൽ അവൻ എണീക്കും. പോടാ മാറാ. അതാണ് കിച്ചു മോനെ എണീക്കടാ. ആ വീണ്ടും കിടക്കണം അവിടെ. ഓ ഇനി ഇവനെ പതുക്കെ സ്നേഹത്തോട് വിളിക്കണം, എന്നാ എണീക്കുള്ളൂ അവൻ. കിച്ചു എണീറ്റിരിക്കാണ്. സുധാരിച്ചൊരു വേസ്റ്റൊക്കെ എടുത്ത് കളയട്ടെ. മാറി കിച്ചു, നിന്നെ അവൾ എടുത്ത് കളയും അവസാനം. ശ്രുതിക്ക് പ്രാന്താക്കി നീ തീർന്നു പോലെ.
അവ വേറെ സഹിക്കണം ശ്രുതി അപ്പോ. ആ തൂത്തുമായിട്ട് കയറിയാൽ മതി അവിടെ നിൽക്ക്. എൻ്റെ ഐഫോണൊക്കെ ബെല്ലടിക്കണോ ഗൈസ്? ആരാണപ്പോൾ കണ്ടോ ഗൈസ്? ഇതാണ് എൻ്റെ ഐഫോൺ. ഈ ഫോണൊക്കെ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. നമ്മളെ പണ്ടത്തെ നോക്കിയുടെ ഫോണ് ഞാനിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഈ ഫോൺ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. മിസ് കോളായിരുന്നു, എടുക്കുമ്പോൾ കട്ടായി പോയി. ആ ശ്രുതി വൃത്തിയാക്കട്ടെ. കട്ടായി പോയി എടുക്കുമ്പോഴേക്കും. ഇവിടെ കിടക്ക്, ഇപ്പുറത്ത് കിടക്ക്. സംഭവം ഗൈസ്, കിച്ചു കൊണ്ടുവരാ. അതാണ് വഴി മാറി കൊടുക്കണം മീൻ നന്നാക്കാനായിട്ട്. ഉണ്ടാക്കി ശേഖര അങ്ങോട്ട് മാറി. സംഭവം ഉണ്ടല്ലോ, അവൻ മീനിന്റെ മണം കൊണ്ടാണ് വന്നത് എൻ്റെ കൂടെ. അപ്പം അതുകൊണ്ട് തന്നെ അവൻ മീൻ കഴിച്ചിട്ടേ പോവുള്ളൂ. അതാണ് അവൻ വെയിറ്റ് ചെയ്യാനായിട്ട്, വെറുതെ അല്ല. ഞാൻ വിചാരിച്ചു അവൻ ഫുഡ് ഓടിക്കളയും. അതെ, സാധാരണ ഇവന്റെ ഫുഡ് കഴിച്ചു ഓടേണ്ടതാണ്. ഇവന്റെ ഫുഡ് അവൻ കഴിച്ചു കുറച്ച്. മീനിനാണ് വെയിറ്റിങ്. അവൻ അറിയാം മീനുണ്ടെന്ന്. മണത്തല്ലേ വന്നത് കൂടെ. ഞാനിപ്പോഴാണ് ഓർത്തത്. കഷ്ടപ്പെട്ട് പായൊക്കെ ശ്രുതി കുടഞ്ഞ് വൃത്തിയാക്കി ഇത് വിരിച്ചു കൊടുത്തിട്ട് അവൻ അവിടെ കിടക്കാൻ വയ്യ. നിലത്തിരിക്കുന്നു. അവൻ നിലത്ത് കിടന്ന് ശീലിച്ചില്ല. മാത്രമല്ല മുകളിൽ ഒരു പായ കിടന്ന് സമ്മതിക്കൂല. അവർ ചീത്ത പറയും അല്ലേ ശ്രുതി? അതുകൊണ്ടാണ് അവൻ നിലത്തിറങ്ങുന്നത്. അത് അവൻ ശീലിച്ചിട്ടാ, പാട്ട് കാര്യമില്ല. ശ്രുതി എന്തായാലും മീൻ കഴിയട്ടെ. ഇത് ഇത്രയും മെഡിസിൻ ഉണ്ട്. ഫസ്റ്റ് ഭക്ഷണത്തിനുള്ള ഗുളിക കഴിക്കട്ടെ. ഭക്ഷണത്തിനുള്ള ഗുളിക ഫസ്റ്റ് കഴിക്കി. ഇത് ഫ്ലാസ്ക്കാണ്, നമ്മൾ ഇന്നലെ വാങ്ങിച്ചതാണ്. അപ്പോൾ ശ്രുതിക്ക് ചൂടും കൊടുക്കണം ഗുളിക കഴിക്കാനായിട്ട്. ശ്രുതി പച്ചവെള്ളം മിസ് ചെയ്ത് കഴിക്കാൻ വേണ്ടി പോകണം. കാരണം ചൂട് കൂടുതലാണ്. പക്ഷെ നല്ല ചൂടാണ്. പക്ഷെ നല്ല ചൂട് നല്ല ക്വാളിറ്റിയുള്ള ഫ്ലാസ്ക് അല്ലേ? ഇതിന് ഡെക്കാത്തന്ന് വാങ്ങിച്ചാണ് അല്ലേ ശ്രുതി? നല്ല ക്വാളിറ്റിയുള്ള ഫ്ലാസ്ക്. നിങ്ങളും വേണമെങ്കിൽ ഡെക്കാത്തന്ന് ഫ്ലാസ്ക് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അതുകൊണ്ട് ഫ്ലാസ്ക് വാങ്ങിച്ചാണ്. കഴിച്ച് കഴിഞ്ഞു. ഞാൻ ദോശ ഉണ്ടാക്കി തരാറായി. ഇനി ഒരു ദോശ കൊണ്ടുള്ളൂ, അതുകൊണ്ട് ഉണ്ടാക്കി തീർന്നു. മീൻ മീൻ എടുത്തു തരാം. മീനൊക്കെ എടുത്ത് കൊടുത്തു. കിച്ചുവിന് മീൻ വെള്ളം കൊടുക്കണം. അവൻ്റെ മീൻ വെള്ളം വെക്കുന്ന പാത്രം എന്ത് ചെയ്യും? അവൻ്റെ മീൻ വെള്ളം വെക്കുന്ന പാത്രം എന്ത് ചെയ്യും? അടിപൊളി. ആക്രാന്തം ഭ്രാന്തല്ല, ആക്രാന്തം. പോട്ടെ. നെത്തോലി മാത്രം കഴിക്കാൻ മതിയല്ലേ, മറ്റത് കഴിക്കല്ലേ? മീൻ നോക്കട്ടെ. ഭക്ഷണം കൊടുക്കും ഫസ്റ്റ്. ശ്രുതി കഴിക്കട്ടെ. കഴിച്ചോ? എനിക്കുള്ള ദോശ കൊടുത്തിട്ടുണ്ട്. ഞാൻ അരിയൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്. ഗൈസ് ചോറ് ഒക്കെ അരി അടുപ്പിച്ചു. ദോശ ബാക്കി ഇരിപ്പുണ്ട്. സാമ്പാറും ഉണ്ട്, കഴിക്കാം. ഇത് മീൻ നന്നാക്കിയിട്ടുണ്ട്. ഇനി മീൻ മുളക് ഇട്ടേക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം. കണ്ടത് കുറച്ച് മീനുണ്ട്. അപ്പോൾ അതൊന്ന് വറക്കാൻ വേണ്ടി മസാല ഇട്ട് വെച്ച് പിന്നെ ഈ മീൻ കറി വെക്കണം. ചട്ടിയുടെ കാര്യമുണ്ട്. പെട്ടെന്ന് സാധനം അതിനുള്ള കാര്യം ചെയ്യട്ടെ. കഴിച്ച് കൈ കഴുകാൻ വേണ്ടി പോകണം. ഞാൻ എനിക്കുള്ളത് വിളമ്പിയിട്ടുണ്ട്. ഞാൻ കഴിക്കാൻ വേണ്ടി പോകാൻ പ്ലേറ്റിൽ തന്നെ. ശ്രുതി എന്തിട്ട് അറിയാൻ പാടില്ല, ക്യാരറ്റൊന്നും കഴിച്ചില്ല. സാധാരണ ശ്രുതി എല്ലാം കഴിക്കുന്നതാണ് പച്ചക്കറിയൊക്കെ. ശ്രുതിക്കുമ്പോൾ ക്യാരറ്റൊന്നും കഴിക്കുള്ളൂ. പിന്നെ സാമ്പാർ ഭക്ഷണം മുതുക്കായിട്ടിരിക്കാതെ ചെറുതായിട്ടിരിക്കുമോ? തോരനല്ല, അത് സാമ്പാറാണ്. നീ അരിയുമ്പോൾ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെയൊക്കെ അരിഞ്ഞിട്ടുണ്ടാവുള്ളൂ. എനിക്കിതൊക്കെ ഇഷ്ടം. അപ്പം ഞാൻ കഴിക്കട്ടെ. എന്തായാലും കുഴപ്പമില്ല. കറണ്ട് ഞാൻ കറണ്ട് പോയി വിചാരിച്ച്. കറണ്ട് പോയിട്ട് വന്നു ഗൈസ്. കറണ്ട് പോയായിരുന്നു. ഗുളിക കഴിക്കട്ടാ. അപ്പോൾ ഫോണിൽ കളിച്ച് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാണ്. ഞാൻ റൂമിൽ കയറിയിരുന്നു. എനിക്ക് തീരെ വയ്യ ഗൈസ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. വേണ്ട ഫോണിൽ കളിക്കണ വേണ്ട. അതാണ് എന്തായാലും ആദ്യം കഴിക്കട്ടെ, അതുവരെ സൗണ്ട് ഉണ്ടാവും. വന്നു ഗൈസ്. ശ്രുതി കിടക്കണം. ശ്രുതി വയ്യ. അപ്പോൾ ഞാൻ പോയി കറിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചി പോയി തിരിച്ച് വന്ന് ഞാൻ ഈ ബക്കറ്റിൽ വെള്ളം എടുക്കണം. പിന്നെ ഇവിടുത്തെ ബക്കറ്റിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് എടുക്കണം. ചോറ് ആയിക്കൊണ്ടിരിക്കണം. ചോറ് തിളച്ച് കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുക. സമയമുണ്ട് ചോറാവാനായിട്ട്. കുറച്ചുകൂടി അതാണ്ട്. കിച്ചു നിൻ്റെ ഫുഡ് നീ ഫുള്ളും കഴിക്കാതെ നിനക്ക് വേറെ ഫുഡ് വെച്ചിട്ടില്ല. കിച്ചുവിൻ്റെ ഫുഡ് ഇരിക്കണോ ഗൈസ്? അവിടെ അതേപോലെ ഇരിക്കണോ? കഴിച്ചില്ല ഫുള്ളും. മീൻ വെള്ളം ശ്രുതി വെച്ച് കൊടുത്തു. അത് കഴിച്ചവൻ ഫുഡ് കഴിച്ചില്ല. ഫസ്റ്റ് എടുത്തു, കുഴപ്പമില്ല. ഞാൻ ശ്രുതിയോടെ കിടപ്പുണ്ട്, കിച്ചൂടെ കിടപ്പുണ്ട്. ഞാൻ ഇഞ്ചി മട്ടൊക്കെ നന്നാക്കി കറിയൊക്കെ മീൻ കറിയൊക്കെ കാര്യം ചെയ്യട്ടെ. ഇതെന്താ നമുക്ക് മുകളിൽ കൂട്ടത്തിൽ വെച്ച് തന്ന മാങ്ങയാണ്. അപ്പോൾ നല്ല അടിപൊളി മൂവാണ്ടര മാങ്ങ അല്ലേ? വെള്ളം മൂവാണ്ട. ഞാൻ ശ്രുതി മുറിച്ചതിലേക്ക് നമ്മളുണ്ടാക്കി കഴിക്കട്ടെ. ആർച്ചപ്പോൾ ഉള്ളിയും സവാളയൊക്കെ അരിയാണ് മീൻ കറി വെക്കാൻ വേണ്ടി. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി അരിഞ്ഞ് വൃത്തിക്ക് എടുത്തു. എങ്ങനെയുണ്ട്? നല്ല മധുരം ഉണ്ടല്ലേ? കിച്ചു ഇവിടെ കിടന്ന് ഉറക്കമാണ്. കിച്ചു കണ്ട
അവൻ്റെ വീട്ടിൽ ഇത്ര സ്വാതന്ത്ര്യമൊന്നും കിട്ടില്ല. അല്ല, വീട്ടിൻ്റെ അകത്ത് കയറ്റും. ആളില്ല. അതാണ്, അവിടെ ആരും ഇല്ല, എല്ലാവരും പോയി. ചേച്ചി ജോലിക്ക് പോയി, പിള്ളേർ സ്കൂളിൽ പോയി. എല്ലാവരും വരട്ട്. ഏ മോളിൽ വണ്ടി ചേട്ടാ അങ്ങോട്ട് പോകുള്ളൂ. അതാണ്. പിന്നെ അവന് ചോറ് മീൻകറി കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. ആർജന ഇന്നത്തെ മീൻകറി എങ്ങനെയാവുമെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. നോക്കാം. ടെൻഷൻ അത്ര ടെൻഷൻ ഉണ്ടാക്ക്. ചിന്ത പറഞ്ഞ ഞാൻ ഒന്ന് കുക്ക് ചെയ്തില്ലാത്ത പോലെയാണ് നിന്റെ വർത്താനം. നിന്നെക്കാൾ അടിപൊളി ഞാൻ കുക്ക് ചെയ്യും. ഞാൻ വർത്താൻ പറയും. ആയിക്കോട്ടെ. ഇത് അടുത്ത് മീൻകറി വെക്കാനുള്ള പരിപാടിയാണ്. എണ്ണ ചൂടായി. അപ്പോൾ എന്നോട് മസാലയൊക്കെ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. മീൻ വറുക്കാനുള്ളത് ഇവിടെ, കറി വെക്കാനുള്ളത് ഇവിടെ, എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴട്ടാണ്. കറി എങ്ങനെയാവുമെന്ന് നോക്കാം. എന്തായാലും ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. വെള്ളം കുടിച്ചിട്ടില്ല, വെള്ളം കുടിക്കട്ടെ. അത് താങ്ക് യു സോ മച്ച്. പക്ഷേ കറിയെല്ലാം സെറ്റായി വരുമ്പോഴത്തേക്കാണ് തേങ്ങയില്ല എന്നുള്ളത് ഓർത്തത്. അപ്പോൾ എന്തായാലും തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴത്തേക്കൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. കിച്ചൂടെ സുഖസുന്ദരമായിട്ട് ഉറക്കവും ഇടയ്ക്ക് എഴുന്നേക്കലും ഒക്കെ തന്നെ ഞാനത് വഴറ്റി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഗൈസ്, തേങ്ങ പൊട്ടിച്ചുകൊണ്ട് വന്ന് നോക്ക്. ഷവറായി. ഇനിയിപ്പോൾ മീൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു കുടമ്പുടി കൊണ്ട് ഇഷ്ടം ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ സെറ്റായി. മീൻകറി നോക്കിയാവും. പിന്നെ മീൻകറി ഫുള്ളായി കഴിച്ച് മല്ലിച്ചപ്പൂട്ട് നമ്മൾ സെറ്റായി. ഇവിടെ നിന്ന് മല്ലിച്ചപ്പൂട് ഒരു മീൻകറി, പക്ഷേ ഞാൻ മീൻകറിക്ക് മല്ലിച്ചപ്പ് എനിക്ക് ഇഷ്ടമാണ്. കുറച്ച് മല്ലിച്ചപ്പൂട് മീൻകറി കഴിഞ്ഞിട്ട് പിന്നെ മീൻകറി ഒന്നും ചെയ്യണം. ജസ്റ്റ് അടച്ച് വെച്ചാൽ മതി. തീ ഓഫ് ചെയ്യാം. അടച്ച് വെച്ച് തീ ഓഫ് ചെയ്ത് സെറ്റപ്പായി. മീൻകറി ഓക്കെ. ഞാൻ വർക്കിലാണ്. ഇത് കിച്ചൂടെ കിടപ്പുണ്ട്. കിച്ചു മോനെ മീൻ പൊരിക്കാൻ വേണ്ടി പോകുന്നത്. കൂടി പൊരിച്ച് പരിപാടി കഴിഞ്ഞാൽ പിന്നെ കുറച്ചായിട്ട് ഫുഡും കഴിക്കാം. പൊരിക്കട്ടെ. അപ്പോൾ അതെ, മീൻ കൂടി പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. മീൻ കൂടി പൊരിച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് കഴിഞ്ഞു. ഈ കരി കഴിക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുളക് പൊടിയൊക്കെ മാക്സിമം കുറച്ചിട്ടാണ് മീൻ മസാല പൊട്ടിപ്പോൾ വെച്ച് തരുന്നത്. അതുകൊണ്ട് അധികം കളറുണ്ടാവില്ല. എരിവ് കുറച്ചിട്ടുണ്ട്. പക്ഷെ അതും എൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. മീൻ കറി ഉണ്ട്, സാമ്പാറുണ്ട്, ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻ വറുത്തത് അടച്ചു വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ ആയിട്ടുണ്ട്. ശ്രുതി എണീറ്റാ ഫുഡ് കഴിക്കായിരുന്നു. ശ്രുതി കിടക്കുകയാണ്. ശ്രുതിക്ക് തീരെ വയ്യ. മെഡിസിനൊക്കെ വെച്ച് ആളൊക്കെ നോക്കുന്നുണ്ട്. നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങിക്കോട്ടെ. അപ്പം ഞാൻ കുറച്ച് നേരം പുറത്തിരിക്കാൻ വിചാരിച്ച് ഡ്രസ്സൊക്കെ പുറത്തെടുത്ത് വിരിച്ചിട്ടാണ് ശ്രുതി പോയി കിടന്നത്. ഇതൊക്കെ കഴിഞ്ഞ സാധനമൊക്കെ ഡ്രസ്സ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ശ്രുതി എടുത്ത് പുറത്ത് വിരിച്ചിട്ട് വെയിലടിച്ചാൽ ഉണങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ മഴ പെയ്തിട്ടില്ല. കുറച്ച് വെയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില മൂടലുണ്ട്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്യാൻ ഡ്രസ്സൊക്കെ താത്തിടണം. അപ്പോൾ ഈ മഴ പെയ്യാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിരിക്കാൻ. ഞാൻ കുറച്ച് റെസ്റ്റാണ്. എൻ്റെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞല്ല, ഇനി റെസ്റ്റാണ്. ശ്രുതി ഉറങ്ങിക്കോട്ടെ, എണീപ്പിക്കണ്ട. കിച്ചു പോയിട്ട് തിരിച്ച് വീണ്ടും വന്നു. ഗൈസ്, കിച്ചു പോയിട്ട് തിരിച്ച് വന്നു. ഞാൻ കിച്ചൻ്റെ ഫുഡ് ഇവിടെ മോളിൽ എത്തിച്ച് അവൻ കഴിക്കണേ കഴിക്കട്ടെ. അത് വേറെ വല്ല വട്ടി വന്ന് കഴിക്കും. എല്ലാം അടച്ചു വെച്ച് കഴിഞ്ഞ് വെള്ളം കൊണ്ട് നിറച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ കഴിച്ച് നമ്മളിത് കുടിച്ച് കുറച്ച് ഡ്രസ്സൊക്കെ മാറി ശ്രുതി വന്നിരിപ്പുണ്ട്. ഞാനും കുടിച്ച് ഡ്രസ്സൊക്കെ മാറി. ഞാൻ നിൽക്കാൻ മാത്രമേ ബെയിൻ ഇട്ടണം. ഇനിയിപ്പോൾ പക്ഷേ നമ്മൾ ഇന്നത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചത്തെ പോയിട്ടുണ്ടോ അല്ലേ? ഉച്ചത്തെ ഭക്ഷണം രാത്രി ഭക്ഷണം കൂടി ഇപ്പോൾ കഴിക്കും. പിന്നെ രാത്രി വീണ്ടും വിശക്കാണെങ്കിൽ കുറച്ച് കഴിക്കും അല്ലേ ശ്രുതി? ശ്രുതി കുറച്ചുകൂടി കഴിക്കും. ചോറുണ്ട്, മീൻകറി ഉണ്ട്, സാമ്പാർ കുറച്ചുണ്ട്, മീൻ വറുത്തതുണ്ട്, എല്ലാം ഉണ്ട്. ഭക്ഷണം ഓടിയോ? അവിടെ ഇരിക്കല്ലോ, ഓടിയാ ശ്രുതി? അവിടെ ഇരുന്നിട്ട് വരില്ല. ഇവിടെ നിന്ന് ഓടിയാ? എങ്ങനെയുണ്ട് ശ്രുതിയുടെ പുതിയ ഡ്രസ്സൊക്കെ ഉണ്ട്? അടിപൊളിയല്ലേ? നല്ല രസമല്ലേ? യെസ്, നമ്മൾ വായിച്ച പുതിയ ഡ്രസ്സാണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നിക്കറും ബനിയനും. പാൻറ്റ് നിക്കറും മുമ്പേ നോക്കി. പാൻറ്റ് ബനിയനും നോക്കി. പക്ഷേ പാൻറ്റ് സൈസ് കിട്ടിയില്ല. എൽ സൈസ് ഉണ്ടായില്ല. എല്ലാം സ്മോളും മീഡിയം ആയിരുന്നു. പക്ഷേ എല്ലാം എസ് മാത്രം ഉണ്ടായിരുന്നു. എസ് തികയൂല. ഇത് തന്നെ എസ്, സ്മോൾ ഡബിൾ എസ് ഉള്ളൂ. ഇത് സ്മോളാണ്, പക്ഷെ തികയുന്നില്ല. എന്നാലും ഒരു അഡ്ജസ്റ്റ്മെന്റിലേ ഇടാൻ കുഴപ്പമില്ല. ഭാര്യ വളർന്നറിഞ്ഞില്ല. ഭാര്യത്ത് ഞാൻ എല്ലടക്കം കൊണ്ട് കേൾക്കാത്ത ഭാര്യ ഇതെടുത്താണ്. ഞാൻ പറഞ്ഞ എല്ലടക്കം ഭാര്യ എടുത്ത്. ഭാര്യ കേട്ടില്ല. അപ്പോൾ നോക്കിയറിയാം എല്ലായിടക്കും ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ സ്മോൾ മതി. എല്ലിട്ട് നോക്കി അറിയുള്ളൂ. ട്രയൽ റൂമിൽ ഇടാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോഴും കേട്ടില്ലല്ല. ഞാൻ പോയി ട്രയൽ റൂമിൽ ഇട്ട് നോക്കി. കേസ് എനിക്ക് കുഴപ്പമുണ്ടായില്ല. മഴ പൊടിഞ്ഞു. അതിനുമ്പേക്ക് ശ്രുതി ഇവിടെ നിന്നാ പാത്രം വീണത്. വെള്ളം കണ്ടാൽ ശ്രുതി പുറത്തിറങ്ങൂല. അതാണ് കാര്യം. പിന്നെ വയ്യാത്തോണ്ടാ പാവം.
വയ്യാതെ ചെയ്യണ്ടല്ലോ, ഞാൻ അത്രയും കുക്കിങ് ചെയ്താലും ശ്രുതി പാത്രം കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യേണ്ട വലിയ കാര്യമല്ലേ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടി വന്നേനെ. എന്തായാലും താങ്ക് യു സോ മച്ച്. ശ്രുതി ചെയ്യട്ടെ. പിന്നെ വെയിലടിക്കുന്നുണ്ട്, വെയിലും മഴയും കൂടി ചെയ്യണം കേസ്. പുറത്ത് ഈ ഡ്രസ്സൊക്കെ പുറത്ത് ഉണക്കാട്ടുന്ന ഡ്രസ്സാണ്. വെയിലടിച്ചപ്പോൾ മഴ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഇട്ട് മഴ മാറി വെയിലടിച്ച് തോന്നിയ പോലെ ക്ലൈമറ്റ് അല്ലേ, മാറും പെയ്യും വരും പോവും എന്ന അവസ്ഥയാണ് മഴ. വെയിലും അങ്ങനെ തന്നെ. ശ്രുതി അങ്ങനെ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് വിളമ്പി കഴിഞ്ഞു, സാമ്പാറും ചൂടാക്കുന്നുണ്ട്, പിന്നെ മീൻകറി ഉണ്ട്. എന്നാലും ഫുഡ് കഴിക്കാൻ നമുക്ക് എന്തായാലും. മീൻകറി പിന്നെ എടുത്താൽ മതി, എനിക്കിപ്പോൾ വേണ്ട, എനിക്ക് സാമ്പാറിന് കൂട്ടി കഴിക്കാം. കുറച്ചെടുത്തോ, എടുത്തോ, എന്നാലും കഴിക്കാം കുറച്ച്. ആയിക്കോട്ടെ, എടുത്തെടുത്തോ, പിന്നെ കുറച്ച് കഴിക്കാം. പിന്നെ പപ്പടം ഉണ്ട്, ഇന്നലെ പുറത്തെ കൊണ്ടാട്ടമൊക്കെ ഉണ്ട്, അപ്പോൾ ചേർത്ത് കഴിക്കാം. നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. കുടിവെള്ളം എടുത്തിട്ടുണ്ട് ശ്രുതി, ചൂടുവെള്ളമാണ്. ഫ്ലാസ്കിൽ കഴിഞ്ഞ നിറച്ച വെള്ളം ബാക്കി ഇരിപ്പുണ്ട്. ചൂട് പോവില്ല. നോക്കിയോ ഗ്ലാസ്, മറ്റേ ഗ്ലാസ് എടുത്തോണ്ടേ, മതിയാ. അത് നോക്കി പാവി പോകുന്നു, നോക്കിയോ. ചൂടില്ല ഇപ്പോഴും, ചൂടിപ്പോഴും ഉണ്ട്, ആയി കൊണ്ട്. അതാണ് ചൂട് പോവില്ല അങ്ങനെയൊന്നും. പിന്നെ ഫ്ലാസ്കിന്റെ പർപ്പസ് 32,000. രാത്രി എന്ന് പറയുമ്പോ 10 മണിക്ക് മുന്നേ തിളപ്പിച്ചിട്ടുണ്ടാകും. ഇന്നിപ്പോ സമയം എത്രയായി? 5 മണിയാവണില്ലേ? ശ്രുതി ഉദ്ദേശിക്കുന്ന മെയിനായിട്ട് പ്രശ്നം വെച്ചാല് ഈ ഫ്ലാസ്ക് വെള്ളം തണുത്ത് പോകണ ഫ്ലാസ്ക് ആയിരുന്നു. ഇത് ഉദ്ദേശിച്ച ശ്രുതി ഇത്രയും നല്ല ഫ്ലാസ്ക് കണ്ടിട്ടില്ലെന്ന് പറയുന്നത്. അത് 2,500 ഫ്ലാസ്ക് ആണ് കാര്യം കേട്ടോ മീൻസ്. അത്രയും ക്വാളിറ്റി ഉള്ളത്. നമ്മുടെ വൃത്തിക്ക് ചൂട് നിൽക്കുന്ന അത്യാവശ്യം വെള്ളം കയറും ചെയ്യാൻ, 1 ലിറ്റർ ഫുള്ളും നിറച്ച് കയറും ചെയ്യാൻ. അപ്പോൾ ശ്രുതി എനിക്കുള്ള മീൻ തേടി വെച്ചിട്ടുണ്ട്. ശ്രുതിയുടെ വീട്ടിലാക്കി കൊണ്ടുവന്നുള്ളൂ. കഴിക്കാം, ഫുഡ് കഴിക്കാം. പപ്പടം ഫ്രഷായിട്ടുണ്ടാവണേ. കുഴപ്പമില്ല, അതുപോലെ തന്നെ ഉണ്ട്, കാറ്റായിട്ടില്ല. വെച്ചോ, കുറച്ച് കൊണ്ടോട്ടും കുറച്ച് പപ്പടം വെച്ചോ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാം. നല്ല വിഭവസമൃദ്ധമായ അടിപൊളി ഫുഡാണ്. മെയ്ഡ് ബൈ RJ. ഇന്നത്തെ ഫുൾ കുക്കിംഗ് RJ ആണ്. ഇവിടെ പോയി നിൽക്കുകയാണ്, മൂക്ക് ചീറ്റി നടക്കുകയാണ്. അപ്പം പിള്ളേർ വന്ന് ഇപ്പം പൂച്ചയ്ക്കും പട്ടിക്കും കൂടി ഞാൻ ചോറ് കവറിലെടുത്ത് കുഴച്ച് പെറുക്കി. ഇപ്പം പോവാം, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നിട്ട് പോവാം. എന്ത് അല്ല, പൂ ഇട്ടല്ലേ ഉള്ളൂ, ഇച്ചിരി സമയം എടുക്കും. നമുക്ക് പോവാം. ഇന്ന് പറ്റുന്ന പോലെയൊക്കെ ഞാൻ തൂത്തുവാരിയൊക്കെ വെച്ച് നല്ലതായിട്ട് ബലം പിടിക്കാനൊന്നും വയ്യ കേസ്. മുകളിലോട്ട് കയറി പോവാം. ചീവിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സന്ധ്യ ആയി തുടങ്ങി, അത് കാരണം. പോവാം. പരവടിയാ എൻ്റെ ചെവിയിൽ എന്തോ കയറിപ്പോയിട്ട് ഇപ്പം മോഹൻലാലാ. ഇപ്പം ആ ഒരു സ്ഥലം ചരിഞ്ഞ് നടക്കുകയാണ്. പിള്ളേർ സ്കൂളിലോട്ട് വന്ന് എടാ പൂച്ചയ്ക്ക് പാർവയോ അങ്ങനെ എന്തോ ആണെന്നൊക്കെ പറഞ്ഞ് പൂച്ചക്കുട്ടി ഒരെണ്ണം ചത്ത്, അത് കാരണം പൂച്ചക്കുട്ടിയെ കൈകൊണ്ട് തുടരുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നമ്മളിവിടെ നിന്നുള്ള വ്യൂ ആണ് കണ്ട, നല്ല രസമാണ്. RJ പിന്നെ പട്ടിയെ പോലെയാണ്. ഇപ്പം അവൻ പോയി മുള്ളിയതുമല്ല, RJ നടന്ന് അവിടെ ഇവിടെയും ചാരി വരുള്ളൂ. ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഇവിടെ ബുക്ക് പൊതിയിലൊക്കെ നടക്കട്ടെ. നമുക്കിപ്പോൾ പൊട്ടയിലാക്കി നമുക്കവിടെ മുമ്പേ ഓടുവാണേ. ബൈ. ജിജോ തിരിച്ചു എന്തായാലും പോവാം. നല്ല ഇരുട്ടായി. ഇരുട്ടത്തിരിക്കുന്ന കറുമ്പനെ കണ്ട് ഞാൻ പേടിച്ച്. ഇത് നിങ്ങൾ കുത്തി കുഴിച്ചിട്ടിക്കണേണാ? എന്തായാലും ഇവിടെ മണ്ണൊക്കെ ഇളകി കിടപ്പുണ്ട്. അങ്ങോട്ട് പോയിട്ടുണ്ടോ? വീട്ടിലെത്തിക്ക് ഇരുട്ടായിട്ട് പിന്നെ സമയമായിട്ടില്ല. ഇന്ന് നേരത്തെ എത്തി, കാരണം ഇപ്പോൾ സമയം 8 മണി ആവുന്നുള്ളൂ. സാധാരണ നമ്മൾ എത്തുമ്പോഴേക്കും 10 മണിയൊക്കെ ആവാറുണ്ട്. ഇന്ന് 8 മണിയാകുമ്പോൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കില്ല, ഭക്ഷണം നേരത്തെ കഴിച്ചില്ലേ. ഇനി നമുക്ക് രാത്രി ഭക്ഷണം വേണ്ട, വിശപ്പൊന്നുമില്ല. എന്തായാലും എനിക്കൊന്ന് ബാത്റൂം പോകണം, എന്നിട്ട് കിടക്കാനുള്ള ചെയ്യാം. ശ്രുതിൻ്റെ ഫോണിൽ ചാർജ് ചെയ്തിട്ട് കുറച്ച് സിനിമ എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലാനിലാണ്. പന്നി നമ്മളെ ശ്രുതികൾ അപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. പന്നി അത് വേണ്ടി വന്നിരിക്കാന്ന് പറഞ്ഞാൽ ശ്രുതി ടോർച്ചടിച്ച് നോക്കണേ. ശ്രുതിയുടെ ഓരോരോ പ്രാന്തുകളെ കൊണ്ട് ശല്യമാണ്. ഇനി ഞാൻ ഓടിപ്പോയിട്ടോ കേസ്, പാമ്പൊന്നും വരാതിരിക്കട്ടെ. രാത്രി സമയത്ത് ബാത്റൂം പോകുന്ന പണിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ നമുക്ക് ബാത്റൂമിനകത്തോട് പറയുമ്പോഴേക്കൊണ്ട് ഭയങ്കര പാടാണ്. എന്നാലും ഞാൻ പോട്ടെ, മഴ വേറെ മുമ്പ് പോയിട്ടെ. പന്നി പച്ചേക്കും താഴെ.
ഫൈനൽ കേസ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. ഫുഡൊന്നും കഴിക്കുന്നില്ല, നമ്മൾ നേരത്തെ കഴിച്ചേ ഉള്ളൂ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ ഫ്രം ആർജെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ദ ബെല്ലൈക്കൺ കൊടുക്കുക. പുതിയൊരു വിശേഷമായിട്ട് ബൈ.